പല ഭാര്യമാർക്കും തങ്ങളുടെ ദാമ്പത്യത്തിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ അവർക്ക് അത് വിശദീകരിക്കാൻ കഴിയില്ല. അവരുടെ ഭർത്താവ് ശാരീരികമായി ഒപ്പമുണ്ട്, പക്ഷേ വൈകാരികമായി അകന്നു നിൽക്കുന്നു. വഴക്കുകളില്ല, നാടകീയതയില്ല. അതുമാത്രമല്ല, അവരോട് സ്നേഹമില്ല, കരുതലില്ല, ഒരു ബന്ധവുമില്ല. ഇന്ന് ഒരു ഭർത്താവിന് ഭാര്യയോട് കടുത്ത അതൃപ്തിയുണ്ടാകാമെന്നതിൻ്റെ 5 ലക്ഷണങ്ങളെക്കുറിച്ചും ഈ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നത് ഒരു ബന്ധം സംരക്ഷിക്കാൻ സഹായിക്കുന്നതിനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം. നമസ്കാരം. ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സിലേക്ക് വീണ്ടും സ്വാഗതം. ലൈംഗികാരോഗ്യവും മാനസിക ശാരീരിക ബന്ധങ്ങളും സംബന്ധിച്ചുള്ള പുരാതനവും ശാസ്ത്രീയവുമായ അറിവുകളും റൊമാൻറ്റിക് മോട്ടിവേഷൻ കഥകളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾക്ക് ഇതുപോലുള്ള അറിവുകൾ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. വിവാഹം എന്നത് ഒരുമിച്ച് ജീവിക്കുക മാത്രമല്ല, അത് വൈകാരിക ബന്ധം, ബഹുമാനം, പരസ്പര പരിചരണം എന്നിവ ചേർന്നതാണ്. എന്നാൽ ഇന്ന് പല വീടുകളിലും ഭാര്യമാർ തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടാത്തവരോ അവഗണിക്കപ്പെട്ടവരോ വൈകാരികമായി ഉപേക്ഷിക്കപ്പെട്ടവരോ ആണെന്ന് തോന്നുന്നതിനാൽ അവർ നിശബ്ദമായി കഷ്ടപ്പെടുന്നു. സത്യം, ഒരു വിവാഹത്തിൽ അസംതൃപ്തി കടന്നു വരുമ്പോൾ അത് വളരെ അപൂർവമായി മാത്രമേ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയുള്ളൂ. എന്നാൽ ചെറിയ പെരുമാറ്റങ്ങളിലൂടെയും മനോഭാവങ്ങളിലൂടെയും പാറ്റേണുകളിലൂടെയും അത് സ്വയം പ്രത്യക്ഷപ്പെടുന്നു. ഈ ലക്ഷണങ്ങൾ നമ്മൾ മനസ്സിലാക്കിയാൽ ഒരു ബന്ധം പൂർണ്ണമായും തകരുന്നതിന് മുമ്പ് നമുക്ക് അത് നന്നാക്കാൻ കഴിഞ്ഞേക്കും. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഭർത്താവ് തൻ്റെ ദാമ്പത്യത്തിൽ സംതൃപ്തനല്ലെന്ന് കാണിക്കുന്ന 5 പ്രധാന ലക്ഷണങ്ങൾ നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ലക്ഷണം, അവൻ ഭാര്യയോടൊപ്പം സമയം ചെലവഴിക്കുന്നത് ഒഴിവാക്കുന്നു. ആദ്യത്തെ ലക്ഷണം വൈകാരികവും ശാരീരികവുമായ അകലം പാലിക്കലാണ്. ദാമ്പത്യത്തിൽ അസന്തുഷ്ടി തോന്നുന്ന ഒരു ഭർത്താവ് പലപ്പോഴും ഭാര്യയിൽ നിന്ന് കഴിയുന്നത്ര അകന്നു നിൽക്കാൻ ശ്രമിക്കാറുണ്ട്. വീട്ടിൽ ഇരിക്കാതിരിക്കാൻ വേണ്ടി സുഹൃത്തുക്കളോടൊപ്പമോ ജോലിസ്ഥലത്തോ സോഷ്യൽ മീഡിയയിലോ അനാവശ്യ യാത്രകളിലോ സമയം ചെലവഴിക്കാൻ അയാൾ ഇഷ്ടപ്പെട്ടേക്കാം. ഭാര്യയോടൊപ്പമുള്ളപ്പോൾ അയാൾ അശ്രദ്ധനോ അസ്വസ്ഥനോ നിശബ്ദനോ ആയി കാണപ്പെട്ടേക്കാം. നല്ല ഉപകാരമുള്ള സമയം സൃഷ്ടിക്കാൻ അയാൾ ശ്രമിക്കില്ല. അവൻ അവളുടെ അടുത്തായിരിക്കാം ഇരിക്കുന്നത്, പക്ഷേ ഫോണിൽ തിരക്കിലായിരിക്കും. മറ്റുള്ളവരുമായി ചാറ്റ് ചെയ്യും, അല്ലെങ്കിൽ അനന്തമായി സ്ക്രോൾ ചെയ്യും. അവൾ അടുത്തില്ലാത്തപ്പോൾ അയാളുടെ സമാധാനം വർദ്ധിക്കുന്നതായി തോന്നുന്നു. പതുക്കെ വീട് ഒരു സന്തോഷമുള്ള ഇടം പോലെ തോന്നുന്നത് നിർത്തുന്നു. അത് ഉറങ്ങാനുള്ള ഒരു സ്ഥലമായി മാറുന്നു. അടയാളം 2, അയാൾ അവളെ മറ്റ് സ്ത്രീകളുമായി താരതമ്യം ചെയ്യുന്നു. രണ്ടാമത്തെ ലക്ഷണം താരതമ്യവും അനാദരവുമാണ്. അസംതൃപ്തനായ ഒരു ഭർത്താവ് സ്വന്തം ഭാര്യയേക്കാൾ കൂടുതൽ മറ്റു സ്ത്രീകളെ ശ്രദ്ധിക്കാൻ തുടങ്ങിയേക്കാം. അയാൾ മറ്റു സ്ത്രീകളുടെ സൗന്ദര്യത്തെയോ വ്യക്തിത്വത്തെയോ പെരുമാറ്റത്തെയോ പുകഴ്ത്തിയേക്കാം. ചിലപ്പോൾ ഭാര്യയുടെ മുന്നിൽ പോലും അങ്ങനെ ചെയ്തേക്കാം. അവൾ എത്ര നന്നായി വസ്ത്രം ധരിക്കുന്നു, അവൾ എത്ര സുന്ദരിയാണെന്ന് നോക്കൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അയാൾ പറഞ്ഞേക്കാം. തൻ്റെ ഭാര്യ അത്ര നല്ലവളല്ലെന്ന് പരോക്ഷമായി സൂചിപ്പിച്ചേക്കാം. ഏറ്റവും വേദനാജനകമായ കാര്യം ഇതാണ്, അയാൾ മറ്റുള്ളവരെ സ്വതന്ത്രമായി അഭിനന്ദിക്കുന്നു, പക്ഷേ ഒരിക്കലും സ്വന്തം ഭാര്യയെ അഭിനന്ദിക്കുന്നില്ല. അവളുടെ പരിശ്രമങ്ങളും രൂപഭംഗിയും ത്യാഗങ്ങളും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഈ നിരന്തരമായ താരതമ്യം അവളുടെ ആത്മവിശ്വാസത്തെയും വൈകാരിക സുരക്ഷയെയും പതുക്കെ നശിപ്പിക്കുന്നു. അടയാളം 3, അവൻ എപ്പോഴും വിമർശകനും കോപാകുലനുമാണ്. മൂന്നാമത്തെ അടയാളം നിരന്തരമായ നിഷേധാത്മകതയാണ്. ചെറിയ കാര്യങ്ങൾ പോലും അവൻ്റെ കോപത്തിന് കാരണമാകുന്നു. അവളുടെ പാചകത്തെയും അവളുടെ ശീലങ്ങളെയും തീരുമാനങ്ങളെയും അവളുടെ വാക്കുകളെയും മിക്കവാറും എല്ലാത്തിനെയും വിമർശിക്കുന്നു. അഭിനന്ദനത്തിനു പകരം കുറ്റപ്പെടുത്തൽ മാത്രമേയുള്ളൂ.
പ്രോത്സാഹനത്തിനു പകരം കുറ്റം കണ്ടെത്തൽ മാത്രമാണ് നടക്കുന്നത്. ചില ഭർത്താക്കന്മാർ വിഷലിപ്തമായ ഒരു സ്വഭാവം വളർത്തിയെടുക്കുന്നു. അത് അവർ ഭാര്യയെ വീണ്ടും വീണ്ടും വൈകാരികമായി വേദനിപ്പിക്കുന്നു. അവളുടെ വേദന അവരെ ബാധിക്കുന്നില്ലെന്ന് തോന്നുന്നു. അഭിനന്ദനം അപ്രത്യക്ഷമാവുകയും വിമർശനം ഒരു ദിനചര്യയായി മാറുകയും ചെയ്യുമ്പോൾ ബന്ധത്തിൽ ആഴത്തിലുള്ള എന്തോ കുഴപ്പമുണ്ടെന്ന് അത് കാണിക്കുന്നു. അടയാളം 4. കുടുംബജീവിതത്തിൽ അവളുടെ പ്രാധാന്യം അവൻ നിഷേധിക്കുന്നു. 4-മത്തെ അടയാളം ബഹുമാനക്കുറവും മുൻഗണനാക്കുറവുമാണ്. ഭാര്യയുമായി അകന്നു നിൽക്കുന്നതായി തോന്നുന്ന ഒരു ഭർത്താവ് പലപ്പോഴും പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ അവളെ ഉൾപ്പെടുത്തുന്നത് നിർത്തുന്നു. സാമ്പത്തിക തീരുമാനങ്ങൾ, കുടുംബകാര്യങ്ങൾ, പദ്ധതികൾ എല്ലാം അവളുടെ ഇടപെടലില്ലാതെയാണ് സംഭവിക്കുന്നത്. അയാൾ സുഹൃത്തുക്കളുമായോ ബന്ധുക്കളുമായോ കാര്യങ്ങൾ ചർച്ച ചെയ്തേക്കാം, പക്ഷേ ഭാര്യയുടെ അഭിപ്രായം പൂർണ്ണമായും അവഗണിക്കുന്നു. അവളെ ഒരു പങ്കാളിയായി കാണുന്നത് അയാൾ നിർത്തുകയും വീട്ടിലെ നിസ്സാരമായ ഒരാളെപ്പോലെ അവളെ പരിഗണിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. വിവാഹത്തിൽ ഭാര്യയ്ക്ക് ശബ്ദം നഷ്ടപ്പെടുമ്പോൾ വൈകാരിക അകലം വളരെ വേഗത്തിൽ വളരുന്നു. അടയാളം 5. അവൻ സ്വാർത്ഥ സ്നേഹവും വൈകാരിക പരിചരണവുമില്ലാതെ പെരുമാറുന്നു. 5-മത്തെ അടയാളം വൈകാരിക ശൂന്യതയാണ്. പ്രണയം അപ്രത്യക്ഷമാകുന്നു, ദയയുള്ള വാക്കുകൾ അപ്രത്യക്ഷമാകുന്നു, പിന്തുണ അപ്രത്യക്ഷമാകുന്നു. എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ മാത്രമേ അയാൾ ഭാര്യയെ സമീപിക്കുകയുള്ളൂ. ചിലപ്പോൾ ശാരീരിക ബന്ധം പോലും സ്നേഹവും പരസ്പരവും ആയിരിക്കുന്നതിനു പകരം യാന്ത്രികവും സ്വാർത്ഥവുമായി മാറുന്നു. ജന്മദിനങ്ങൾ, പ്രധാനപ്പെട്ട തീയതികൾ, അവളുടെ സ്വപ്നങ്ങൾ എന്നിവയെല്ലാം അവൻ മറക്കുന്നു. അവളെ സന്തോഷിപ്പിക്കാനോ അവളുടെ വൈകാരിക ആവശ്യങ്ങൾ മനസ്സിലാക്കാനോ അവൻ ശ്രമിക്കുന്നില്ല. ഒരുമിച്ച് പുറത്തു പോകാനോ ആഴത്തിൽ സംസാരിക്കാനോ പങ്കിട്ട ഓർമ്മകൾ സൃഷ്ടിക്കാനോ അയാൾ ശ്രമിക്കുന്നില്ല. വിവാഹം തുടരുന്നു, പക്ഷേ പ്രണയം പതുക്കെ മങ്ങുന്നു. അടുത്തതായി ഇവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ദാമ്പത്യത്തിലെ അസംതൃപ്തി എല്ലായ്പ്പോഴും ഒരു വശത്തു നിന്ന് വരുന്നില്ല. ചിലപ്പോൾ അത് ഭർത്താവിൻ്റെ പെരുമാറ്റത്തിൽ നിന്നോ തിരഞ്ഞെടുപ്പുകളിൽ നിന്നോ ബാഹ്യ ബന്ധങ്ങളിൽ നിന്നോ ആകാം. ചിലപ്പോൾ അത് വ്യക്തിത്വ സംഘർഷങ്ങളിൽ നിന്നോ ആശയവിനിമയ പ്രശ്നങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഇരുവശത്തു നിന്നുമുള്ള വൈകാരിക മുറിവുകൾ എന്നിവയിൽ നിന്നോ ആകാം. എന്നാൽ കാരണം എന്തു തന്നെയായാലും പ്രശ്നം അവഗണിക്കുന്നത് ഒരിക്കലും പരിഹരിക്കില്ല. മൗനം അകലം വർദ്ധിപ്പിക്കുകയുള്ളൂ. ഈ സാഹചര്യത്തിൽ ഒരാൾ എന്തു ചെയ്യണം? ആരെങ്കിലും തങ്ങളുടെ ദാമ്പത്യത്തിൽ ഈ ലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞാൽ ആദ്യപടി പരിഭ്രാന്തിയല്ല, മറിച്ച് വ്യക്തതയാണ് വേണ്ടത്. സത്യസന്ധമായ ആശയവിനിമയം പരീക്ഷിക്കുക. അത് അസാധ്യമാണെന്ന് തോന്നുന്നുവെങ്കിൽ ഒരു കൗൺസിലറുടെയോ മനഃശാസ്ത്രജ്ഞൻ്റെയോ അല്ലെങ്കിൽ ജ്ഞാനിയും വിശ്വസ്തനുമായ ഒരു കുടുംബാംഗത്തിൻ്റെയോ മാർഗനിർദ്ദേശം തേടുക. ദാമ്പത്യ പ്രശ്നങ്ങൾ ഒരു അവസാനമല്ല. ചിലപ്പോൾ അവ രോഗശാന്തി, മനസ്സിലാക്കൽ, മാറ്റം എന്നിവ ആവശ്യമാണെന്നതിൻ്റെ സൂചനകൾ മാത്രമാണ്. ഇന്നത്തെ വീഡിയോയിലെ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഇൻറ്റിമേറ്റ് ഇൻസൈറ്റ്സ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.